പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 2 പേജ് നമ്പർ 38 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 5th ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. ആഡ് ബ്രാക്കറ്റ്സ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസസ് ഇൻ ദി എക്സ്പ്രഷൻ സച്ച് ദാറ്റ് ദേ ലീഡ് ടു ദി വാല്യൂസ് ഇൻഡിക്കേറ്റഡ്. അപ്പോൾ നമുക്കിവിടെ 3 എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതിന് അനുയോജ്യമായ സ്ഥലങ്ങളിൽ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ള വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം ഇവിടെ നമ്മൾ ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയിവിടെ 34 - 9 + 12 ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 13 കിട്ടണം. ആ രീതിയിലായിരിക്കണം നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയാൽ 34 - 9 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 25 കിട്ടും അല്ലേ? 25 + 12 ചെയ്താൽ നമുക്ക് 37 ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഇടാൻ പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ബ്രാക്കറ്റ് ഇടുന്നു. അപ്പോൾ നോക്കിയാൽ 34 - 9 + 12 നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്താൽ എന്ത് കിട്ടും? 34 - 12 + 9 = 21. ഇനി 34 ൽ നിന്ന് 21 സബ്ട്രാക്ട് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? 31 കണ്ടോ? 13 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് എവിടെ ഇട്ട് കൊടുക്കാം? 34 - 9 + 12 നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 13 ആണ്. അതായത് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുള്ള സെയിം വാല്യൂ കിട്ടുന്ന രീതിയിൽ നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത് നോക്കിയാൽ 56 - 14 - 8. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണത്തിനൊന്ന് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത് നോക്കാം. -8. 56 - 14 ചെയ്താൽ എന്ത് കിട്ടും? 6 - 4 = 2. 5 - 1 = 4. 42 കിട്ടി. 42 നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 3 ആവും, ഇവിടെ 12 ആവും. 12 - 8 = 4. നമുക്ക് 34 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 56 - 14 ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇനി തിരിച്ചാണ് നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നതെങ്കിലോ അതോടെ ഞാനൊന്ന് കാണിക്കാം. -14 - 8 ഇങ്ങനെയാണ് നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഓക്കെ, 14 - 8 = എന്ത് വരും? 6 വരും അല്ലേ? അപ്പോൾ 56 - 6 ദാറ്റ് ഈസ് 50 എന്ന് കിട്ടും. നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ 56 - 16 നമ്മൾ 14 നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് -22 - 12 + 10 + 22. ഇവിടെ എവിടെയാണ് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് നോക്കണം. നമുക്ക് -22 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എവിടെയായിരിക്കണം നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നത്? -22 - 12 ചെയ്താൽ എന്തായിരിക്കും? -34 എന്ന് കിട്ടും. +10 + 22. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ബ്രാക്കറ്റ് ഇടുന്നത് കേട്ടോ. അങ്ങനെ ഇട്ടുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? -34 + 32 ഇത് രണ്ടും കൂടെ ചെയ്താൽ നമുക്ക് -2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഇടേണ്ട കാര്യമില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ എന്ത് വരും? ഇവിടെ ബ്രാക്കറ്റ് ഇട്ടാൽ -22. 12 ഇവിടെയാണ് ബ്രാക്കറ്റ് ഇടുന്നത്. അപ്പോൾ 12 + 10 = 22 + 22. ഇവിടെ നോക്കിയാൽ ഈ -22 + 22 കൂടെ 0 ആയിപ്പോവും. ബാക്കി നമുക്ക് -22 ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം? സെക്കൻഡ് വണ്ണിനും തേർഡ് വണ്ണിനും കൂടെ നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. ഇതിന് രണ്ടിനും കൂടെ നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ഓൺലി റീസണിങ് ഓഫ് ഹൗ ടേംസ് ചേഞ്ച് ദെയർ വാല്യൂ ഫിൽ ദ ബ്ലാങ്ക്സ് ടു മേക്ക് ദി എക്സ്പ്രഷൻ ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഈക്വാലിറ്റി ഈക്വൽ. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ ഈക്വാലിറ്റി എന്ന് വെച്ചാൽ ഈക്വൽ സൈനിൻ്റെ രണ്ട് സൈഡുകളും ഈക്വലായിട്ട് വരുന്ന രീതിയിൽ ഇത് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് വൺ 423 + ഡാഷ് = 419 + ഡാഷ്. അപ്പോൾ ഇവിടെ നമ്മളോട് ഓരോ വാല്യൂ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ആഡ് ചെയ്ത് വരുമ്പം
ഈക്വലായിട്ട് വരുന്ന രീതിയിലായിരിക്കണം ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. എങ്ങനെ ചെയ്യാം? 423യുടെ കൂടെ 419 ഇട്ട് കൊടുക്കുന്നു. ഈ 419ൻ്റെ കൂടെ ഈ 423യും ഇട്ട് കൊടുക്കുന്നു. വളരെ സിമ്പിളായിട്ട് കിട്ടി അല്ലേ? 423 + 419 ചെയ്താലും 419 + 423 ചെയ്താലും എന്തായിരിക്കും? ഈക്വലായിരിക്കും. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് എഴുതുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നോക്കിയേ. 207 - 68 = 210 - ഡാഷ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ 207 കാട്ടിൽ എത്ര കൂടുതലാണ് ഇവിടെ വന്നിട്ടുള്ളത്? 210 ആയപ്പോൾ ഇവിടെ 3 കൂടുതൽ വന്നു അല്ലേ? 207 കാട്ടിൽ 3 കൂടുതൽ ഇവിടെ വന്നു. 207 കാട്ടിൽ 3 കൂടുതലാണ് 210. അപ്പോൾ ഇവിടെ 3 കൂടുതൽ വന്നു. അപ്പോൾ വാല്യൂസ് ഈക്വൽ ആകണമെങ്കിൽ ഇവിടെ 68 ആണ്. ആ 68ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തിട്ട് ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്യണം? ഇവിടെ 3 കൂടുതൽ വന്നു. അപ്പോൾ ഈ 68ൻ്റെ കൂടെ 3 ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പോൾ എന്ത് കിട്ടും? 71 എന്ന് കിട്ടും. അപ്പോൾ 210ൽ നിന്ന് 71 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈക്വലായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 207 - 68. അപ്പോൾ ഇവിടെ 9 ആകും, ഇവിടെ 1 ആകും, ഇവിടെ 17. 17 - 8 is 9. 19 - 6 is 13. ഇനി 210 - 71. അപ്പോൾ ഇവിടെ 0, ഇവിടെ 10. 10 - 1 is 9. 20 - 7 is 13. കണ്ടോ? രണ്ടും 139 എന്ന് തന്നെ കിട്ടി. നമുക്ക് രണ്ട് സൈഡുകളും ഈക്വലായിട്ട് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈക്വലായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ഞാൻ ഒന്നുകൂടെ പറയാം. 207ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 210 കിട്ടുക. അപ്പോൾ ഇവിടെ 68 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈക്വൽ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 68ൻ്റെ കൂടെ 3 ആഡ് ചെയ്തിട്ട് കിട്ടുന്ന നമ്പറും കൊണ്ട് ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്യണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ കേട്ടോ.